സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഓൾറെഡി നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഷൻ മാച്ച് എന്തായാലും ഗൈസ് കളിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ മാച്ച് എങ്ങനെ നോക്കാം. അത്യാവശ്യം ഗൈസ് നിങ്ങളൊക്കെ ഇപ്പോൾ ഡിവിഷൻ എവിടെ എത്തും ജസ്റ്റ് കമന്റ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് ലാഗും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഗെയിമിൽ കുറച്ച് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓൾറെഡി ഈ ഒരു മെയിൻ്റെനൻസ് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെലക്ഷൻ കോൺട്രാക്റ്റും കാര്യങ്ങളും പുതിയ ഇതും ക്യാമ്പയിനൊക്കെ വരാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ വന്നിട്ട് ഡിവിഷൻ മാച്ചിൽ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാവും മാച്ച് നോക്കിയോ. ഞാൻ ഓൾറെഡി കേസ് നമ്മുടെ സ്റ്റേഡിയം ഗ്രാഫിക്സ് കുറച്ച് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതാണ് കേസ് നമ്മുടെ ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കപ്പല്ലോ മാനേജറാണ് നമ്മുടെ ഓപ്പോണന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റുമിയുണ്ട്, ബെബേറ്റ ഉണ്ട്, ഒലിസുണ്ട്, നമ്മുടെ ഷെറിയുണ്ട്, നെയ്മർ പയ്യൻ AMF ആണ് ഇവിടെയാണ് കൊണ്ട വെച്ചേക്കുന്നത്. റൈഗാർഡ്, ഹക്കീമി, പിന്നെ നമ്മുടെ കസിലിയസ് ആണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ സബിലും അത്യാവശ്യം ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അപ്പൊ വെച്ചാൽ നമുക്ക് എന്തായാലും നോക്കി വെക്കാം. നമ്മുടെ ഓൾറെഡി 4114 ആണ് നമ്മുടെ ഓപ്പോണ്ട് യൂസ് ചെയ്യുന്നത്. ആ റൈഗാർഡും കാര്യം അല്ല ഗുല്ലിറ്റൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ക്വാഡ് കേസ്. ഇപ്പൊ നിലവിലുള്ള നെയ്മറിനെ നമുക്ക് മാറ്റാം. കാരണം നമ്മുടെ നെയ്മറിന്റെ ഫോം ഇതിനകത്തില്ല കേസ്. അപ്പൊ എന്തായാലും നമുക്ക് LWF നമ്മുടെ സ്നൈഡറിന്റെ ഇട്ടിട്ട് മെസ്സി പിന്നെ ആ സുവാരസ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഡിവിഷൻ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾ ലൈക്ക് അടിക്കാൻ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ച് മാക്സിമം ഉഷാറാക്കണം. ഇനി ഉറപ്പായിട്ട് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ആക്കണം. നമ്മുടെ മെയിൻ ചാനല് റിയൽ സെഞ്ചുറിയിലാണ് നമ്മൾ പാക്ക് ഓപ്പണിംഗ് ആയാലും അപ്ഡേറ്റ് വീഡിയോസും ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിലും നമുക്ക് ചെയ്ത് തുടങ്ങാം. എന്തായാലും സെറ്റ് ആക്കണം ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും അത്യാവശ്യം കിട്ടുന്ന ഓപ്പോണ്ട് ആയിരിക്കും മിക്കവാറും വന്നിട്ടുണ്ടാവുക. കപ്പല്ല മാനേജർ ആയതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് അവർക്കാണ് ഇട്ടിരിക്കുന്നത് ഗൈസ്. നമ്മുടെ സ്പോർട്ടിംഗ് യുണൈറ്റഡ് റൈഗാർഡ്, ഹക്കീമി ടു ചെക്കൻ കൊണ്ടുപോകുന്നുണ്ട്. ബെബേറ്റോ എടാ നെയ്മർ മെസ്സി നെയ്മറിനെ അവിടെ അതാണ് വെച്ചേക്കുന്നത്. റൂമി ഫസ്റ്റ് ഹാഫ് തന്നെ അടിക്കാൻ കൊടുത്തേക്കല്ലേ. എടാ ഈ ബ്ലോക്ക് കയറാൻ ആരുമില്ലേ അടിച്ച്. എന്റെ പൊന്നു കേസുമാര് 3-ാം മിനിറ്റ് ആയപ്പോഴത്തേന് ഫസ്റ്റ് കൂടെ കയറ്റിയോ. എടാ അതെന്ത് ബ്ലോക്ക് പോയത്. ഞാനാണെ പ്രസ് പോലും ചെയ്യില്ല. ജെറാഡ് ടു നമ്മുടെ ഷെവ. ആ കേസ് ഞാൻ ഫസ്റ്റ് ഹാഫ് ഷെവേൻ ഇട്ടു കേട്ടോ. ഞാൻ പറയാൻ മറന്നു മെസ്സി. എടാ ഫസ്റ്റ് സിൽവസ്റ്റർ ഗൈസ്. ഈ ഒരു LB സിൽവസ്റ്റർ ഉണ്ടല്ലോ, ഇതിപ്പോ അത്യാവശ്യം നല്ല ഫോമിൽ കളിക്കേണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല ഇതൊക്കെ ഉള്ള ഒരു കമന്റ് ചെയ്യാടാ. അയ്യോ ശേ അടിച്ചത് പോയില്ല ഗൈസ്. ഹക്കീമി ഗോളി പിടിച്ചടാ. അല്ലെ നൈസൊരു ഗോൾ അവന്റെ സാധനമായിരുന്നു അത്. പിന്നെ റൈഗാർഡ് പിന്നെ നെയ്മർ ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാല് ഇപ്പൊ 4-2-2 ഫോർമേഷനൊക്കെ അത്യാവശ്യം പിന്നെ അതുപോലെ ഗ്ലിച്ച് ഫോർമേഷനൊക്കെ ഡിവിഷന് വന്നെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുള്ള ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി നമ്മുടെ ആ പഴയ ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത്. 4132 ആയിരുന്നു. പിന്നെ ഞാൻ നേരെ ഈ 433 കസ്റ്റം ചെയ്ത് വെച്ചു. അതിനിടയ്ക്ക് ഞാൻ 422 കളിപ്പിച്ചായിരുന്നു. അപ്പോൾ രണ്ടും അടിപൊളിയാണ്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. റൂമി ഇനി അടിക്കാൻ സമ്മതിക്കുന്നത് ബില്ലിങ് ഇവിടെ നിന്നൊക്കെ ക്ലിയർ ചെയ്ത് കളയണം. നല്ല പണിയാവും ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ ബെക്കംബർ മാനേജറിനെ എടുത്തിട്ടുണ്ടായിരുന്നു ഡബിൾ ബൂസ്റ്റർ. പിന്നെ ഞാൻ നിലവിൽ എന്താ വെച്ചാൽ ഞാൻ ഈ ദശാംശം നമ്മുടെ പണ്ടത്തെ മാനേജർ പാക്ക് ഉണ്ടല്ലോ ഗൈസ്. ഞാൻ പിന്നെ അത് മാറ്റിയില്ല. അതിട്ട് കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് കിട്ടുന്നതുകൊണ്ട് പിന്നെ മാറ്റാൻ നിന്നില്ല. ഓക്കെ ശിവ അടുത്ത ഒരു ഇടയി സ്റ്റാൻഡിങ് ഷോട്ടാ ഗൈസ് ഉദ്ദേശിച്ച. പക്ഷെ കേറിയില്ല. മച്ചാൻ വരെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. നെയ്മർ, സ്നൈഡർ, ജെറാഡ്, ശിവ അടിച്ചോ. അല്ല ഓ ഗൈസ് എടാ ഞാൻ മെസ്സിക്ക് പാസ് കൊടുക്കാൻ വെച്ചാൽ കഫുവിന്റെ ഗൈസ് ഈ ഒരു 1 ബില്യൺ ക്യാമ്പയിൻ ഒക്കെ വന്ന് കാണൊക്കെ അത്യാവശ്യം നല്ല കിടിലം കാണാന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ RB എൻ്റെ പിന്നെ നമ്മുടെ ബ്രസീൽ കഫു ഉണ്ടായിരുന്നു ഗൈസ് പണ്ടത്തെ. ബെക്കംബർ ടു നമ്മുടെ ജെറാഡ്, റൈഗാർഡ്, ജെറാഡ്. അയ്യോ പാസ് കൊടുത്ത് ശരിയായില്ല ഗൈസ്. നെയ്മർ ഗൈസ് ഓൾറെഡി ഇവന്മാർ വെറുതെ അല്ല AMF അവിടെ തന്നെ കൊണ്ടുവച്ച. മെസ്സി ഇവിടുന്ന് വല്ല ബ്ലിറ്റ്സ് അങ്ങനെ നടക്കുമോ. റൈഗാർഡ്, ബെല്ലിംഗം ഗൈസ്. ഞാനെന്താ വെച്ചാൽ ആ കറക്റ്റ് ടൈമിൽ ഒരു ത്രൂ പാസ് ഇട്ട് അടിക്കാനുള്ള പരിപാടി. പക്ഷെ നടന്നില്ല. അപ്പത്തേനും ഇവന്മാർ അവിടെ നിന്ന് പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല അവിടേക്ക് അടിക്കാൻ. ബെബേറ്റോ, ടോണിയാണോസ്, ബെല്ലിംഗം നോക്കട്ടെ. ഒരു ചാൻസ് കിട്ടി നമുക്ക് എന്തായാലും ഇതാക്കണം. മെസ്സി, ബെല്ലിംഗം കിട്ടിയിട്ടുണ്ടൊരു ചാൻസ്. ചേടാ ഈ ഹ്യൂസന്റെ ആണ് അത്യാവശ്യം കേസ് ഇപ്പൊ കത്തിക്കയറുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ശിവ, ബെല്ലിംഗം ടു നമ്മുടെ ഷെച്ചെങ്കോ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ഒരു ചാൻസ് നോക്കട്ടെ ഗൈസ്. ബെല്ലിംഗത്തിലേക്ക് ഇട്ടാൽ മതി ഗൈസ്. അത് അവിടേക്ക് തന്നെ കൊടുത്തു. റൂമി, ബുബെറ്റോ ഇടാ പിടിയുടെ. ഗൈസ് അപ്പൊ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പോർട്ടിംഗ് യുണൈറ്റഡ്. എന്തായാലും മച്ചന്മാരെ
നോക്കുകയാണെങ്കിൽ ഷോട്ട് ഒന്ന് എന്താ മാറ്റം വരുത്താം. ഇത് ഓവൻ ഇറക്കണോ? ഇത് ഓവൻ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാർക്കിനസിനെ ഇറക്കണ്ട. പിന്നെ നമ്മുടെ മിനിറ്റ് ഇപ്പൊ അത്യാവശ്യം നല്ല കത്തിക്കേറുന്ന എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇറക്കിയായിരുന്നു. പിന്നെ പ്രോഗ്രഷനൊക്കെ മാറ്റി കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു. ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഇറക്കാം. ഞാൻ പിന്നെ ജെറാഡിനെ ഇവിടെ തന്നെ വെക്കുകയാണ്. ജെറാഡ് നമുക്ക് ഇവിടെ വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ മാറ്റുന്നില്ല. എന്തായാലും നമുക്ക് മെസ്സിനെ കുറച്ച് കഴിഞ്ഞിട്ട് മെസ്സി അത്യാവശ്യം കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെ നമുക്ക് ഗ്രീസ്മാനെ ലാസ്റ്റ് ഇറക്കാം. ഓവന് ജെറാഡ്, ഓവൻ, മെസ്സി, ഒരു ചാൻസ് ഉണ്ട് ബെല്ലിംഗം, മെസ്സി. ഇവിടുന്ന് ഒരു ഫ്ലിപ്സ് അടിക്കാൻ പോലും ഒരു സംഭവിക്കില്ല. റോബർട്ടോ കാർലോസ് എടോ നല്ലൊരു ചാൻസ് ഉണ്ട്. റൈഗാർഡ് അടിച്ചോ. അയ്യോ, സ്നൈഡറിനെ വെച്ച് ഫ്ലിപ്സ് അടിക്കാനോ വിചാരിച്ച പെട്ടെന്ന് ഞെക്കിയത് മാറിപ്പോയി. ഞാൻ അത്യാവശ്യം അത് സ്റ്റണ്ണിങ് അടിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഫ്ലിപ്സ് അടിക്കാന്ന് വെച്ചാൽ, പക്ഷെ നടന്നില്ല കേസ്. അത് അവിടെ നിന്ന് കയറണ്ടായിരുന്നു ശരിക്കും ഗോള്. പക്ഷെ ഇച്ചിരൂടെ മെല്ലെ അടിച്ചാൽ മതിയായിരുന്നു. ജെറാഡ് ടു സ്നൈഡർ, പിന്നെ ജെറാഡ്. ഇവരെനിക്ക് എന്താ അറിയോ, ഈ മാൻ മാർക്കിംഗ് സംഭവം വെച്ച് കഴിഞ്ഞ് ഇവിടെ അനങ്ങുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട് ചില സമയത്തില്ലേ. ഈ ഓവൻ നമ്മുടെ ചിലപ്പോൾ ഈ മാൻ മാർക്കിങ്ങോ ടൈറ്റ് മാർക്കിങ്ങോ വെച്ചാൽ അനങ്ങുന്നില്ല. അപ്പൊ അതാണെന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇവന്മാരവിടെ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ ഓവൻ, റൈഗാർഡ്, നെയ്മർ കിട്ടിയിട്ടുണ്ട്. ഓവൻ ഒരു ചാൻസ് ഉണ്ട് ഗൈസ് നമ്മുടെ മെസ്സിക്ക്. നോക്കട്ടെ, ഇവിടുന്ന് ചിലപ്പോൾ ഒരു ബ്ലിറ്റ്സ് കയറാൻ ചാൻസ് ഉണ്ട്. അടിച്ചു. അടിപൊളി ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ മെസ്സിനെ വെച്ചിട്ട് ഫസ്റ്റ് ഗോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെന്തായാലും കലക്കിയിട്ടോ. കറക്റ്റ് ടൈമിൽ ഓവനെ വെച്ച് നമുക്ക് അത് നൈസ് ഒരു പാസ് കൊടുക്കാൻ പറ്റി. റൈഗാർഡ് മെസ്സി ലീഡ് നിർത്തിയിട്ട് ഒരു ഗോൾ കൂടെ അടിക്കണം. ഒന്നല്ല, അതിന് കൂടുതൽ സെറ്റാക്കണം. നമുക്ക് ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ഇനി കിട്ടുന്ന ഗോൾ മിസ്സാക്കാണ്ട് അടിക്കണം. ഓക്കെ, ഓവൻ, സ്നൈഡർ, ഓവൻ. എന്റെ പൊന്നെ, ബൈസൈക്കിളിലേക്കൊക്കെ നമ്മുടെ ഓവനെ കൊണ്ട് ഞാൻ അടിപ്പിക്കാൻ നോക്കി. പക്ഷെ ഇത് അത്രയും ഹെവി ആയി കയറില്ല. എന്ന് വെച്ചാൽ അവിടെ നിന്നൊരു കറക്റ്റ് ബോൾ നമ്മുടെ കൈ കിട്ടിയെന്ന് പിന്നെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലല്ലല്ലോ. കഫു, ഒലിവർ കാൻ കേസ് ഓൾറെഡി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടിയ ഒലിവർ കാൻ ഉണ്ടല്ലോ, അതിപ്പം നല്ല രീതിക്ക് കത്തി കളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ട് നിങ്ങള് എന്താ പറയാ, അതുപോലെ നിങ്ങൾക്ക് തോന്നിയ പ്ലേസ് ഇതുപോലെ കത്തിക്കയറുന്നതിനുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ ഓവനായാലും അവിടെ അടുത്തൊരു ചാൻസ് ഗൈസ്, അത് ഇവന്മാര് സമ്മതിക്കില്ല. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഒരു ചാൻസ് കിട്ടിയ കറക്റ്റ് സ്റ്റാൻഡിങ് ഗൈസ്. പോലീസാണ് ഗൈസ്. ഇവന്മാര് ബ്ലിറ്റ്സ് അടിക്കാനുള്ള പരിപാടിയാണ്. അല്ല, സ്നൈഡർ, ജെറാഡ്, മെസ്സി അവിടെ. മെസ്സി ചേടാ സിൽവസ്റ്ററിന്റെ കാല് തട്ടി. അല്ലേ, കറക്റ്റ് ആയിരുന്നു ഗൈസ്. ബെബേറ്റോ, ബേറ്റോ ടു നമ്മുടെ റൂമി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജെറാഡ് എവിടെ ഒരു ഇടയ്ക്കൊരു വലിയുണ്ട്. ഓക്കെ, നല്ലൊരു ചാൻസ്. ഈ ചെലിന് പിടിച്ചു ഗൈസ്. അല്ലെങ്കിൽ അത് കറക്റ്റ് ഓവനിലേക്ക് പോകേണ്ട സാധനം. ബെബേറ്റോ, പിന്നെ ശവ. അനങ്ങുന്നില്ല ശവ. വെല്ലിംഗം പിടിക്കണേ. എടുത്തു. സ്നൈഡർ, ഓവൻ, ജെറാഡ്, മെസ്സി ഇവിടെ. മെസ്സി ഉണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ, ഒരു ചാൻസ് ഉണ്ട് ഗൈസ്. നോക്കട്ടെ ഗൈസ്, ഇവിടെ വല്ല ക്രോസ് നടക്കുന്നു. മെസ്സി അടിച്ചോ. അയ്യോ, അത് ഓഫ് സൈഡ് ആയിപ്പോയി തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഗൈസ് അതിന്റെ ഉള്ളിൽ നിന്നായിരുന്നു നമുക്കൊരു പെനാൽറ്റി ചിലപ്പോൾ കിട്ടിയാൽ. അവരവിടെ കാലും വെച്ചായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ചിലപ്പോ കേട്ടോ പെനാൽറ്റി ചിലപ്പോ ഒന്നും കിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരെയും പവർ പറഞ്ഞു. നമുക്ക് ഇനിയിപ്പോ ഇവിടെ നെയ്മറിനെ അങ്ങനെ ഇറക്കാം. പാർക്കിന് ഇറക്കാം ഗൈസ്. പാർക്ക് അത്യാവശ്യം കത്തിക്കയറി ഡിഫെൻസീവ് ആയിട്ടുണ്ട് നമ്മുടെ പെപ്പിനെ ഞാൻ. പിന്നെ ഞാൻ നമ്മുടെ മെസ്സിക്ക് വരെ ഗ്രീസ്മാനെ ഇറക്കി. അതിനുശേഷം നമ്മുടെ എംബാപ്പയെ ഇറക്കിയിട്ടുണ്ട്. കാരണം എംബാപ്പ അത്യാവശ്യം നല്ല രീതിക്ക് ഫോം ഉണ്ട് ഗൈസ്. അപ്പോൾ ഓപ്പോണന്റ് ടീം മാറ്റിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. മച്ചാൻ എന്തായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിൽ നിൽക്കാനായിരിക്കും ചാൻസ്. 91. ഇനിയിപ്പോൾ ആകെ 2 ഇതും കൂടെ ഉള്ളൂ. കളി ഇപ്പൊ തീരും. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല ലാസ്റ്റ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു ഡിവിഷൻ മാച്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 പേരും ജയിച്ചില്ല, ഡ്രോ ആണ്. ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ പോയിന്റ് കുറയില്ല, ഇതിൽ നിൽക്കും. അപ്പൊ എന്തായാലും മച്ചാൻ ഒരു കിടിലൻ കളിയായിരുന്നു. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ ലൈവും കാര്യങ്ങളും എല്ലാം ആയിട്ട് കണ്ടിരിക്കും. മെയിൻ്റെനൻസിനൊക്കെ നമ്മൾ ലൈവ് ഉണ്ട്. ഓൾറെഡി വ്യാഴാഴ്ചയൊക്കെ ലൈവ് ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ലൈവിലായിട്ടും വീഡിയോയിലായിട്ടും കണ്ടിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.